ഈ കലാകാരന്മാരൊക്കെ ഇപ്പോൾ നല്ല നിലയിൽ കഴിയുന്നതാണ്. ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ പറയുകയാണെന്ന് വെച്ചാൽ യുനെസ്കോവിൻ്റെ അംഗീകാരമാണ്. യുനെസ്കോവിൻ്റെ അംഗീകാരം യുനെസ്കോ അതിന് മുമ്പേ ഉണ്ട്. യുനെസ്കോവിൻ്റെ അംഗീകാരം ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അപ്പം അതിനൊക്കെ കാരണം വെച്ചത് അച്ഛനാണ്, മാണി മാധവ ചാക്യാരാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഒരു പോളണ്ടിലത്തെ ഒരു സായിപ്പ് ഉണ്ടായിരുന്നു, ബിസ്കി സായിപ്പ് എന്ന് പറയും. അദ്ദേഹം ഇവിടെ വന്ന് കുട്ടിയായിരുന്നേ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്താണ് ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് കൂടിയാട്ടം ഒരു അംഗം മുഴുവനെ സ്വപ്നവാസോദത്തം പറയുന്ന ഒരു കൂടിയാട്ടത്തിൻ്റെ ഒരു അംഗം അയാൾ വേഷം കെട്ടാൻ പഠിച്ചു. അയാൾ ഇവിടുന്ന് പഠിച്ചു പോയി കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ അയാളുടെ രാജ്യത്തും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ, പിന്നെ നാഷണൽ തിയേറ്റർ, ഡൽഹിയിൽ രാഷ്ട്രപതി ഭവനിൽ, അങ്ങനെ എല്ലാ ദിക്കിലും ഈ കൂടിയാട്ടം ഞങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോയി. അയാളായിട്ട് വണ്ടിയൊക്കെ കയറി പോയി. അപ്പോൾ അച്ഛൻ ഈ പോയ സ്ഥലത്തൊക്കെ ഞാനും പോയിട്ടുണ്ട്, കൂടെ അച്ഛൻ്റെ കൂടെ പോകും. അന്ന് മുതൽക്ക് തന്നെ കൂത്തിന് വേഷം കെട്ടും. അച്ഛൻ വലിയ ആളാണ്, ഞാൻ വേഷം കെട്ടും. ചെറിയ കുട്ടിയാണെങ്കിലും ആ വേഷം കെട്ടും. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഈ സ്ഥലങ്ങൾക്ക് മദ്രാസ്, ബോംബെ, ഡൽഹി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, കാശി എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ നായികയുടെ വേഷം കെട്ടാറുണ്ട് അന്ന് അച്ഛൻ്റെ കൂടെ. കാശി രാജാവിൻ്റെ കൊട്ടാരത്തിൽ അങ്ങനെ എല്ലാത്തിലും. അത് കഴിഞ്ഞിട്ട് സായിപ്പ് അപ്പോൾ ഇതിന് നല്ല പ്രചാരം, കൂത്തിന് കൂടിയാട്ടത്തിന് നല്ല പ്രചാരമായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് പോയതിൻ്റെ ശേഷം ഇതിന് കുറച്ചും കൂടിയൊക്കെ ഒരു വഴിത്തിരിവ്, നല്ലൊരു കയറ്റം കയറിയ മാതിരി. അതായത് എല്ലാവരും അതിനു മുമ്പ് ഈ കലാകാരന്മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഇവർ പഠിച്ചു പോയാൽ ഒരു പ്രതിഫലമൊന്നും ഇല്ലാണ്ട് ചിലപ്പോൾ ചെയ്തു വരിക. അത് കാരണം ആരും കുടുംബക്കാരനെ ഇത് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ വിസമ്മതിച്ചറിഞ്ഞു. അതായത് അച്ഛൻ മകനെ പഠിപ്പിക്കും, അങ്ങനെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചില ദിക്കിലൊന്നും പല ആൾക്കാരെയും ചാക്യാന്മാരായിട്ടുള്ള ആൾക്കാർ ഈ കൂത്ത് പഠിക്കാണ്ട് വേറെ വല്ല ജോലിക്കും ബോംബെയിലേക്കോ മദ്രാസിലേക്കോ അങ്ങനെ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ഈ കൂടിയാട്ടത്തിന് യുനെസ്കോവിൻ്റെ അംഗീകാരം കിട്ടിയത്. അതും അച്ഛൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടാണ് അധികം. കാരണം അച്ഛന് രസാഭിനയത്തിലാണ് കൂടുതൽ താല്പര്യം. കണ്ണുകൊണ്ട് ഓരോ പ്രയോഗങ്ങളുണ്ട്, കാണേണ്ടത് തന്നെയാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഇവിടെ കൂത്തും കൂടിയാട്ടമൊക്കെ നടത്തി കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവർക്കും അതിനെപ്പറ്റി നല്ല അഭിപ്രായമായി. അപ്പോൾ ഈ സായിപ്പ് കൊണ്ടുപോയില്ലോ അവിടെ ഫെഡറലിസ്റ്റ് ഫൗണ്ടേഷൻ്റെ, അവരുടെ ഫെഡറലിസ്റ്റ് ഫൗണ്ടേഷൻ, അവിടെ ഇത് കൂടിയാട്ടം ഉണ്ടായി. ഈ സായിപ്പ് ഇവിടുന്ന് അയാളുടെ രാജ്യത്ത് പോയിട്ടും ഇതെന്താണ് ഇത് ഞാൻ ചാക്യാരാണ് എന്ന് പറഞ്ഞിട്ട് കൂടുപോലൊക്കെ ഇട്ടിട്ട് അവിടെ കൂടിയാട്ടം കൂത്തുമൊക്കെ പഠിപ്പിച്ചു തരായത്. അപ്പം അങ്ങനെ അയാൾ അവിടങ്ങളിലുള്ള രാജ്യങ്ങളിലൊക്കെ അയാളുടെ ഒരു പ്രചാരം ഉണ്ടായി. ഇതിനൊക്കെ പാടെ കൂടിയിട്ടാണ് യുനെസ്കോവിൻ്റെ അംഗീകാരം കിട്ടി. ആ യുനെസ്കോവിൻ്റെ അംഗീകാരം കിട്ടിയപ്പോൾ പിന്നെ ഈ കലയ്ക്ക് പെട്ടെന്ന് കയറ്റാണ്. എല്ലാ കലാകാരന്മാരും ഇന്ന് വളരെ നല്ല നിലയിൽ കഴിയണവരാണ്. സത്യം പറഞ്ഞാൽ ഒരാൾക്കും ഒരു കുറവുമില്ല. അപ്പോൾ കല പഠിച്ചു വെച്ചിട്ട് ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല പറയുക. അങ്ങനെ ഈ കലയ്ക്ക് അപ്പം അച്ഛൻ അതേമാതിരി തന്നെ പല അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് കുറേ രാജാക്കന്മാരുടെയും അവിടുന്ന് അമ്പലങ്ങളിലൊക്കെ ആണല്ലോ ആദ്യം കൂത്തുണ്ടാവുക. അപ്പോൾ അമ്പലങ്ങളിൽ നിന്നും രാജാക്കന്മാരുടെ നിന്നും ഒക്കെ ഗുരുവായൂർ സാമൂതിരി രാജാവിൻ്റെ ഗുരുവായൂരിൽ അവിടെ നിന്നൊക്കെ വീരശൃംഖലകൾ ഇപ്പോൾ ധാരാളം കിട്ടിയിട്ടുണ്ട് അച്ഛന്. അപ്പോൾ അച്ഛൻ്റെ നേത്രാഭിനയമാണ് എല്ലാവരെയും അധികം ആകർഷിച്ചത്.